എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗ്രാമത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ആണ് നിങ്ങളെ കാണിക്കുന്നത്. വളരെ ഭംഗിയും സമാധാനവും നിറഞ്ഞ ഒരിടമാണ് ഇത്. ഇവിടെ ആളുകൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. നെൽകൃഷിയും തേങ്ങിൻ തൊപ്പുകളും ആണ് ഇവിടെ പ്രധാന കൃഷികൾ. വേമ്പനാട്ടു കായലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്, അതിനാൽ കായൽ മീനുകൾ നിരവധി ഇവിടെ ലഭിക്കും. മീൻപിച്ചു ജീവിക്കുന്ന ആളുകളും നിരവധിയുണ്ട്. ചെറിയ വീടും വീടിനോട് ചേർന്ന് ഒരു മാവും ഉണ്ട്. സീസൺ ആയാൽ അതിൽ നിറയെ മാമ്പഴം ഉണ്ടാകും. കൂടാതെ ആടും കോഴിയും ഒക്കെ ആയി എല്ലാവരും പ്രകൃതിയോട് ഇങ്ങനെ ജീവിക്കുന്നു. നാളികേരം ഒരു പ്രധാന കൃഷിയാണ്. വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി നാളികേരം മുറിച്ചു വയലത്തു വച്ചു ഉണക്കി പിന്നീട് അത് വെളിച്ചെണ്ണ ആക്കി ഉപയോഗിക്കും. നല്ല നാടൻ കള്ളിനും പേരുകേട്ട നാടാണ് ഞങ്ങളുടേത്. ഗുളർപ്പില്ലാത്ത തെങ്ങിൻ കല്ല് ഇവിടെ ലഭിക്കും. വലിയ വേനൽക്കാലം കഴിഞ്ഞാൽ കൃഷികളും കഴിയും. ഇനി അടുത്ത മഴക്കാലത്തിനു മുൻപ് വീണ്ടും അടുത്ത കൃഷികൾക്ക് തുടക്കം ആകും. വൈകുന്നേരം തെങ്ങിൻ തലപ്പുകളിൽ നിരവധി ദേശാടന കിളികൾ എത്തും. വേനൽക്കാലം ഞങ്ങളുടെ നാട് എന്ത് ഭംഗിയാണെന്നോ. മഴക്കാലമായാൽ പിന്നെ പറയണ്ട. ഇതുപോലെ മൂഞ്ചിയ നാട് വേറെയില്ല. പിന്നെ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട് എന്നൊക്കെ പറഞ്ഞു നാട്ടുകാരുടെ കാശു കള്ളന്മാർ കൊണ്ടുപോകും. പിന്നെ വെള്ളപ്പൊക്കം ആയി ഡാമുകൾ എല്ലാം തുറക്കും. ദേശാടന കിളികൾ പോയ വഴി കാണില്ല. പിന്നെ മാക്രികൾ കീറു തുടങ്ങും. ആളുകൾക്ക് പണി ഇല്ല, കയ്യിൽ കാശില്ല. എല്ലാവരെയും പേടിപ്പിച്ചു വാർത്തക്കാർ കാശുണ്ടാക്കും. നിങ്ങൾ എത്രയും നേരം കണ്ട ഭംഗിയുള്ള നാട് അടിമുടി മാറും. എന്നിട്ട് നല്ല മൂഞ്ചിയ നാട് ആയി മാറുന്ന കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇത് നമ്മുടെ ആടിനുണ്ടാക്കിയ കൂട്. ആടിന് കൂടല്ല, നമ്മുടെ വീഡിയോയിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന സ്പോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതേണ്ട ഇവിടുത്തെ വെള്ളം നോക്കിയേ, ഇത്രയും വെള്ളമുണ്ട് കേട്ടോ. നമ്മുടെ വലിയ പ്രതീക്ഷയിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷേ അത് മൊത്തം മുങ്ങിപ്പോയി. ഇവിടെ അടുപ്പൊക്കെ മുങ്ങി. അടുപ്പ് മുങ്ങിയില്ല, എന്നാലും നമ്മൾ ഹൈറ്റിലാണ് ഉണ്ടാക്കി വെച്ചു. എന്നാലും ഇവിടെ എല്ലാം വെള്ളം കയറി. നമുക്കിവിടെ വീഡിയോ എടുക്കാനോ ഒന്നും സാധിക്കില്ല. നമ്മൾ കറണ്ടും കാര്യങ്ങളും വയറും ലൈറ്റും എല്ലാം കൊടുത്തിട്ടിരിക്കുകയാണ്. അതെല്ലാം അവിടെ കിടപ്പുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ഈ മഴ കഴിയാതെ നമുക്കിവിടെ ഒരു പരിപാടി നടക്കില്ല. അപ്പം ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇപ്പം ഇടാൻ ചാൻസ് ഇല്ല. നമ്മൾ മഴ കഴിയുമ്പോൾ ചിലപ്പോൾ ഇടുകയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നമ്മുടെ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. നമ്മുടെ കുക്കിംഗ് വീഡിയോ എല്ലാം ചെയ്തിട്ടുള്ള സ്പോട്ടാണ് ഈ കാണുന്നത്. നമ്മുടെ വീടിൻ്റെ ഇടത്തേ സൈഡിലായിട്ട് ചേർന്നിട്ട്, നമ്മുടെ വീട് അപ്പുറയാണ്, ഇടത്തേ സൈഡിലേക്ക് ചേർന്നിട്ടാണ് ഈ ഒരു സ്ഥലമുള്ളത്. നമ്മുടെ തോടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം കംപ്ലീറ്റ് മുങ്ങിപ്പോയി കേട്ടോ. മുങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറി. ഇനി നമുക്കിവിടെ വീഡിയോ എടുപ്പും കാര്യങ്ങളും കുക്കിങ്ങും നടക്കില്ല. കാര്യം ഇവിടെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. കാര്യം അടുപ്പ് മേളിലാണെന്നാലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാം മുങ്ങി. ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഇരുന്നാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ അത് തോടാണ്. തോടിൻ്റെ ഇപ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കണം. അത് ഇതുണ്ട്. നമ്മളിത് ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടത്തിയിട്ടുള്ള ഇവിടെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും പരിപാടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. എല്ലാം നമ്മുടെ ലൈറ്റ് സെറ്റപ്പ് എല്ലാം ഇവിടെ ഉണ്ട്. 3 ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു മെയിൻ ലൈറ്റാണ്, വാം ലൈറ്റാണ്. നല്ല ഭംഗിയുള്ള ലൈറ്റാണ്. നല്ല അടിപൊളി വെട്ടമാണ് അതിൻ്റെ വെട്ടം കേട്ടോ. പിന്നെ അത് അവിടെ ഒരു ലൈറ്റ് വേറെ വെച്ചിട്ടുണ്ട്. അതൊരു വൈറ്റ് ലൈറ്റ്. പിന്നൊരു വാം ലൈറ്റ് ഉണ്ട്. അത് ഇവിടെ അവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് 1-2 വീഡിയോ ഒക്കെ ഈ ലൈറ്റൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുപ്പ് നോക്കി, നമ്മൾ കട്ടയൊക്കെ വെച്ച് അടുക്കി വെച്ച് സെറ്റപ്പാക്കി, അടുപ്പൊക്കെ മേടിച്ച് റെഡിയാക്കി, ചാണകമൊക്കെ മെഴുകി അടിപൊളിയാക്കി വെച്ചിരുന്ന സ്പോട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള നമ്മുടെ ഉരൽ, ഒരുപാട് വർഷങ്ങൾ. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഓർമ്മയുള്ള ഉരലാണ്. ഞാനത് എവിടെയോ കിടന്ന് ഞാൻ തപ്പിയെടുത്ത് കൊണ്ടുവന്ന് കഴുകി റെഡിയാക്കി അതിൻ്റെ മുകളിലൊരു ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വെച്ചാൽ. പിന്നെ പഴയ ഒരു അരകല്ല്, ഇതിൻ്റെ ഒരു കുഞ്ഞു കല്ലൂടെ ഇവിടെ വെക്കുക. അതൊക്കെ പിള്ളേരുടെ അടുത്ത് കളിച്ച് കളഞ്ഞു. അപ്പോൾ ഇവിടെയാണ് ഇവിടെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. നമ്മളിവിടെ നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി തൂക്കിയിട്ടിരുന്ന സംഭവമൊക്കെ ഉണ്ടോ. ഇതൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട്. വീഡിയോ ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. മണി പ്ലാന്റ് വളർന്ന് എവിടെയോ പോകുന്നുണ്ട്, എങ്ങോട്ടോ കയറി പോകുന്നുണ്ട്. അങ്ങോട്ടല്ല മണി, ഇവിടെ എന്താ ഇതിലോട്ട് കയറട്ടെ. ഇങ്ങനെ കയറാൻ വേണ്ടി വെച്ചാണേ. കാര്യം നല്ലതായിട്ട് വളർന്നു കേട്ടോ. ഇവിടം വരെ ആയപ്പോൾ നമ്മൾ പിടിപ്പിച്ച് വെച്ചാൽ, പക്ഷേ ഇത്ര നീളം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ലൈറ്റെല്ലാം നമ്മളെടുത്ത് ഇതിനകത്തേക്ക് വെച്ച് നനകത്തിട്ട് വെച്ച്. ഇപ്പം മഴ കഴിയുമ്പോഴേ എന്തായാലും വീഡിയോ എടുപ്പ് നടക്കുള്ളൂ. വയറെല്ലാം നനഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വയറൊക്കെ എടുത്ത് മാറ്റി വെക്കട്ടെ. ഇവിടെ നിന്നോളും സേഫായിട്ട്, കുഴപ്പമില്ല.
നമ്മൾ ഓലയൊക്കെ വെട്ടി എടുത്തുകൊണ്ടൊന്ന് മെടഞ്ഞ് റെഡിയാക്കി അടിപൊളിയാക്കി കെട്ടി സെറ്റപ്പൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി വൈബായിരുന്നു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും. രാത്രിയും പകലൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത പരിപാടിയാണ്. ഇതെല്ലാം പാളി, എല്ലാം മഴ കൊണ്ടുപോയി. കണ്ട അങ്ങോട്ട് നോക്കി വെള്ളം. നമ്മുടെ ആടിൻ്റെ കൂട്, ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ കാര്യം ആ കൂടിപ്പോൾ എടുത്ത് മാറ്റും, അടുത്തടുത്ത് മാറ്റാൻ പോണേ. പിന്നെ അതേ ആടിനെ ടെമ്പററി ആയിട്ട് അപ്പുറത്തേക്ക് മാറ്റി. അത് ഞാൻ കാണിച്ചുതരാം. ഇപ്പം ബൈ ബൈ. ഇനി മഴക്കാലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ ചെയ്യാം. ഇതൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സെറ്റപ്പാക്കി എടുക്കാം. കപ്പയൊക്കെ മൊത്തം പറിച്ചു. ഇവിടെ എല്ലാം കപ്പയായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് കപ്പയും പറിച്ചു കേട്ടോ. ഉണ്ടായിരുന്നെല്ലാം പറിച്ചെടുത്തു. ഇപ്പോൾ വെള്ളം കയറിയതെല്ലാം പോകും. അതുകൊണ്ട് മൊത്തം പറിച്ചെടുത്ത് അഴിച്ചെടുക്കാൻ പോകും. അഴിച്ചോ കേട്ടോ. എല്ലാവരോടും അടുത്ത വീഡിയോയിൽ കാണാം. ഇതിനെങ്കിലും ലൈക്ക് തന്നു ചുകിപ്പിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.